ഏവർക്കും ദിലോം കാ മിലൻ എന്ന മൂന്നാമത്തെ യൂണിറ്റിലേക്ക് സ്വാഗതം. മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗം അത് ദോഹയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അവിടെ മൂന്ന് സാഹിത്യകാരന്മാരുടെ ദോഹയാണ് കൊടുത്തിരിക്കുന്നത്. കബീർദാസ്, തുളസിദാസ്, റഹീം, ഇവരുടെ മൂന്നുപേരുടെയും ദോഹകളാണ് കൊടുത്തിരിക്കുന്നത്. ദോഹ എന്ന് പറഞ്ഞാൽ ഈരടികൾ എന്നാണ് അർത്ഥം. ദോഹ എന്ന് പറഞ്ഞാൽ ഹിന്ദി സാഹിത്യത്തിലെ ഒരു വൃത്തത്തിൻ്റെ പേരും കൂടിയാണ്. എന്നാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ദോഹ എന്ന് പറഞ്ഞാൽ ഈരടികളാണ്. മൂന്ന് മഹാനായ സാഹിത്യകാരന്മാരുടെ ഈരടികളാണ് തന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് കബീർദാസിന് 2 ഈരടികൾ തന്നിട്ടുണ്ട്. ആരാണ് കബീർദാസ്? കബീർദാസ് ഹിന്ദി ഭക്തികാലത്തിലെ ഹിന്ദി സാഹിത്യക്ക് ഭക്തി കാലഘട്ടം തന്നെ 2 തരമുണ്ട്. സഗുണ ഭക്തികാലമെന്നും നിർഗുണ ഭക്തികാലമെന്നും 2 തരമായിട്ടുണ്ട്. അതിൽ നിർഗുണ ഭക്തിധാരയിൽ വരുന്ന, അപ്പോൾ ഭക്തികാലಕ್ಕೆ നിർഗുണ ഭക്തിധാരയിൽ വരുന്ന നിർഗുണ ഭക്തികാലം തന്നെ 2 തരമുണ്ട്. ജ്ഞാനാശ്രയ ശാഖയുണ്ട്, പ്രേമാശ്രയ ശാഖയുണ്ട്. അതിൽ ജ്ഞാനാശ്രയ ശാഖയിലെ സന്ത് കവിയാണ് കബീർദാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദി ഭക്തികാലಕ್ಕೆ നിർഗുണ ഭക്തിധാരയ്ക്ക് ജ്ഞാനാശ്രയ ശാഖയ്ക്ക് സന്ത് കവി थे കബീർദാസ്. കബീർദാസിൻ്റെ കൃതിയുടെ പേര് ബീജക് എന്നാണ്. ആ ബീജക് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് 3 ഭാഗങ്ങളുണ്ട്. സാക്കി, സബദ്, രമൈനി ആദി ഉൻകി മുഖ്യ രചനായേം ഹേ. ഇന്ന് നമുക്ക് ആദ്യത്തെ ദോഹ പരിചയപ്പെടാം. എന്താ ദോഹയിൽ പറയുന്നത്? ഐസി ബാണി ബോലിയേ മൻകാ ആപ്പാ കോയി അപ്പനാ തൻ ശീതൾ കരൈ ഔരൻ കോ സുഖ ഹോയി. അപ്പം യഹാംബർ കബീർദാസ് ഹമേം വാണിക്ക് ശക്തി, ശബ്ദങ്ങളുടെ ശക്തിയെക്കുറിച്ചും അവർ ഉസ്കെ പ്രഭാവക്കെ ബാരേമേ, അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ചുമായിട്ടാണ് ആദ്യത്തെ ദോഹയിൽ നമ്മളോട് പറയുന്നത്. എന്താ പറയുന്നത്? ഐസി ബാണി, ബാണി എന്ന് വെച്ചാൽ വാക്ക് എന്നാണ് അർത്ഥം. ഐസി ബാണി ബോലിയേ, അങ്ങനെയുള്ള വാണികൾ, ശബ്ദങ്ങൾ, ബോലിയേ സംസാരിച്ചാലും പറഞ്ഞാലും എങ്ങനെ? മൻകാ ആപ്പാ കൊയ്. മൻകാ ആപ്പാ കൊയ് എന്ന് വെച്ചാൽ മൻകാ അഹങ്കാർ ത്യാഗ് കർണ, മനസ്സിൻ്റെ അഹങ്കാരത്തെ, ആപ്പാ എന്ന് വെച്ചാൽ അഹങ്കാർ എന്നാണ്. മൻകാ ആപ്പാ കോയി എന്ന് വെച്ചാൽ അഹങ്കാർ കാ ത്യാഗ്. മതലബ് ഹേ ഹമാരി വാണിമേം അഹങ്കാർ കി ചലക് നഹീം ഹോനി ചാഹിയെ. നമ്മുടെ വാക്കുകളിൽ എന്തുണ്ടാകാൻ പാടില്ല? അഹങ്കാരത്തിൻ്റെ അചലക്, അഹങ്കാരം ഉണ്ടാകാനേ പാടില്ല. ജബ് ഹം, നമ്മൾ എപ്പോഴെങ്കിലും അഹങ്കാർ രഹിത് ഹോക്കർ ബോൾത്തേ ഹേ, നമ്മൾ അഹങ്കാരരഹിതമായിട്ട് സംസാരിച്ചാൽ തോ ഹമാരേ ശബ്ദ്, നമ്മുടെ ശബ്ദങ്ങൾ എന്തായിത്തീരും? വിനമ്ര ഔർ മധുരു ഹോത്തേ ഹേ, വിനമ്രയുള്ളതും വിനയമുള്ളതും മധുരവുമായി തീരുന്നു. അപ്പോൾ വ്യക്തി കാ മൻ ശാന്ത് ഹോത്താ ഹേ. അപ്പോൾ എന്താകുന്നു? അപ്പോൾ വ്യക്തി കാ മൻ ശാന്ത് ഹോത്താ ഹേ. അപ്പം മൻ കാ ആപ്പാ കോയ് എന്ന് പറഞ്ഞാൽ ഇസ്കാ മതലബ് ഹേ അഹങ്കാർ കാ ത്യാഗ് കർണ എന്നാണ്. മതലബ് ഹേ ഹമാരി വാണി മേ അഹങ്കാർ കി ചലക് നഹീം ഹോനി ചാഹിയേ. ജബ് ഹം അഹങ്കാർ രഹിത് ഹോക്കർ ബോൾത്തേ ഹേ, നമ്മൾ അഹങ്കാരം രഹിതമായി സംസാരിക്കുമ്പോൾ തോ ഹമാരേ ശബ്ദ് വിനമ്ര ഔർ മധുര ഹോത്തേ ഹേ എന്നാണ്. അപ്പോൾ അടുത്ത വരി എന്താ പറഞ്ഞത്? അപ്പനാ തൻ ശീതൾ കരയും. അപ്പനാ തൻ ശീതൾ കരയും. അപ്പനാ തൻ ശീതൾ കരയും എന്ന് വെച്ചാൽ സ്വയം കോ ശാന്തി ഔർ ശീതളത മിലേം എന്നാണ്. इसका मतलब है जब എപ്പോഴെങ്കിലും വ്യക്തി മധുര ഔർ വിനമ്ര വാണി കാ പ്രयोग करता है, വിനമ്രമായിട്ടുള്ള മധുരമായ വാണികൾ പ്രയോഗിക്കുമ്പോൾ ഉസ്കെ മൻമേം കൊയ് ക്രോധ് നഹീം ഹോത്താ ഹെ, അവരുടെ മനസ്സിൽ എന്തുണ്ടാകത്തില്ല? ക്രോധ് നഹീം ഹോക, ക്രോധമുണ്ടാകുകയില്ല. ഐസി വാണി ബോൾനേസെ, അങ്ങനെയുള്ള വാക്കുകൾ സംസാരിക്കുമ്പോൾ വ്യക്തി സ്വയം മാനസിക രൂപസെ ശാന്ത് ഔർ പ്രസന്ന മഹസൂസ് കർത്താ ഹെ, വ്യക്തിക്ക് എന്ത് കിട്ടുന്നുണ്ട്? സ്വയം മാനസികമായ രൂപത്തിൽ ശാന്തിയും സന്തോഷവും മിൽത്താഹെ കിട്ടുന്നുണ്ടെന്നാണ് അപ്പനാ തൻ ശീതൾ കരയുമെന്ന് പറയുന്നത്. അടുത്ത വരി എന്താ പറഞ്ഞത്? ഔരൻ കോ സുഖുഹോയി. ഔരൻ കോ സുഖുഹോയി എന്ന് വെച്ചാൽ എന്താണ്? ഔരൻ എന്ന് വെച്ചാൽ ദൂസരവും കോ എന്നാണ്. ദൂസരവും കോ സുഖ് ഔർ പ്രസന്നത ഹോത്താഹേ എന്നാണ് അത്. മതലബ് ഹേ, അർത്ഥം ഇതാണ്. മധുര ഔർ വിനമ്ര വാണി ദൂസരവും കെ മൻകോ, മറ്റുള്ളവരുടെ മനസ്സിനെ എന്ത് ചെയ്യുന്നു? പ്രസന്ന കർത്തി ഹേ, സന്തോഷവാനമാകാരാക്കുന്നു. ജബ് കൊയ് വ്യക്തി, ഏതെങ്കിലും വ്യക്തി ആപ്സെ പ്രേം സെ ബാത്ത് കർത്താ ഹേ, നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ തോൾ ആപ്ക അച്ഛാ ലഗ്താ ഹേ, നമുക്കെന്ത്? ആപ്കോ അച്ഛാ ലഗ്താ ഹേ, അത് നല്ലതായി തോന്നുന്നു. ഔർ
തിരിച്ചാണെങ്കിലോ ഇസ്കെ വിപരീത് വിപരീതമാണെങ്കിൽ ദൂസരും കോ ദുഃഖു പൗഞ്ചാത്താഹേ ദുഃഖമുണ്ടാകുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ദോഹയുടെ അന്തിമമായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, കബീർദാസ് എന്ത് ചെയ്തിരിക്കുന്നു, ഹമേം വാണിക്ക് ശക്തി और उसके प्रभाव के बारे में बताता है और कहता है कि എന്ത് ചെയ്യുന്നു, ഇസ് ദോഹയ്ക്ക് മാധ്യം സേ മധുര വിനമ്ര और അഹങ്കാരഹിത്. ഈ ലോകയുടെ മാധ്യമത്തിലൂടെ ഈ ദോഹയിലൂടെ എന്താ പറയുന്നത്, മധുര വിനമ്ര ഔർ അഹങ്കാരരഹിതമായ വാണി ബോൾനേക്കാ മഹത്വ സമച്ചാത്തേ ഹേ. നമ്മളെ അഹങ്കാരരഹിതമായ വാക്കുകൾ സംസാരിക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് സമച്ചാത്താഹേ മനസ്സിലാക്കിപ്പിക്കുന്നത്. വേ കൗത്തേഹയ്ക്ക് അദ്ദേഹം പറയുകയാണ്, ഹമേം ഐസി ഭാഷാക്ക പ്രയോഗ കർണാ ചാഹിയെ. നമ്മളെപ്പോഴും അങ്ങനെയുള്ള ഭാഷയാണ്, ശബ്ദങ്ങളാണ് പ്രയോഗിക്കേണ്ടത്. ജിസ്സേ ഹമാരാ മൻ അഹങ്കാർ സെ മുക്തു ഹോ ജായി. നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യുന്നത്, അഹങ്കാരം അതിൽ നിന്നും മോചിതമാകുന്നത്. അവർ ഹമേം സ്വയം ശാന്തി ഔർ ശീതളത അനുഭവ ഹോ ജായി. നമുക്ക് സ്വയം എന്ത് ശാന്തിയും ശീതളതയുടെ അനുഭവം ഉണ്ടാകുന്ന ഭാഷകൾ സംസാരിക്കണം. ഔർ ദൂസരോം ഗോ ഭീ സുഖ് ഔർ പ്രസന്നതാമിലെ. അങ്ങനെ മറ്റുള്ളവർക്കും സുഖവും പ്രസന്നതയും കിട്ടും എന്ന് ആണ് ഈ ദോഹയിലൂടെ കബീർദാസ് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ ദോഹ നമുക്ക് പരിശോധിക്കാം. സാധു ഐസാ ചാഹിയേ ജൈസാ സൂപ്പ് സുഫായി സാരു സാരുക്കോ ഗഹിരഹയും ദോത്താദേയി ഉടായി. സാധു, സാധു എന്ന് പറഞ്ഞാൽ ഇസ്കാ മതലബ് സജ്ജന് വ്യക്തി എന്നാണ്. ഐസാ ചാഹിയെ ഐസാ ഹോന ചാഹിയെ. ഐസാ ചാഹിയെ എന്ന് വെച്ചാൽ ഐസാ ഹോനെ, അങ്ങനെ ആയിരിക്കണം. അപ്പം സജ്ജനോം കി ഹമാരെ സമാജുമേം സജ്ജനോം കി ശരീരത്വം കെ ബാരേമേം, ശ്രേഷ്ഠ മനുഷ്യക്ക് ശരീരത്വം കെ ബാരേമേം, നല്ല മനുഷ്യരുടെ, നല്ല ചിന്തയുള്ള മനുഷ്യരുടെ, നല്ലവരായ മനുഷ്യരുടെ മഹത്വത്തെക്കുറിച്ച്, ആവശ്യകതയുടെ കാര്യത്തെക്കുറിച്ചാണ് ഈ ദോഹയിൽ സാധു ഐസാ ചാഹിയെ ശ്രേഷ്ഠ മാനവ് ഓർ ശ്രേഷ്ഠ ലോക് സന്ത് ലോക് ഐസാ ഹോന ചാഹി, അങ്ങനെ ആയിരിക്കണം. കൈസ എങ്ങനെ, ജൈസ സൂപ്പ് സുഭായി. സൂപ്പ് സുഭായി എന്ന് പറഞ്ഞ, സൂപ്പ് എന്ന് പറഞ്ഞ അനാജ് സാഫ് കർണേ വാലേ സൂപ്പ്. സൂപ്പ് മുറം ക്യാ കർത്താ ഹെ, എന്താ ചെയ്യുന്നത്, അനാജ് സാഫ് കർണേ വാല ഹോത്താ ഹെ. അനാജ് ധാന്യത്തെ വൃത്തിയാക്കുന്നതാണ് ആരെന്ന് പറയുന്നത്, സൂപ്പ്. അപ്പോൾ സാധു കൈസ ഹോന ചാഹി, എങ്ങനെയായിരിക്കണമെന്നാണ് പറഞ്ഞത്, സൂപ്പ്. സുഭായി, സുഭായി എന്ന് വെച്ചാൽ സ്വഭാവ്. അപ്പോൾ ഏക്ക് സജ്ജന് വ്യക്തി കാ സ്വഭാവ്, ഒരു നല്ല മനുഷ്യൻ്റെ സ്വഭാവമെന്ന് പറയുന്നത് സൂപ്പ് ജൈസ ഹോന ചാഹിയേ. ഏതുപോലെയായിരിക്കണം, സൂപ്പ് പോലെ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ട് അടുത്ത വരിയിൽ പറയുന്നു, സാര് സാരുക്കോ ഗഹിരഹീം. സാര് സാര്, സാര് സാരെന്ന് വെച്ചാൽ ഉപയോഗി എന്നർത്ഥം. ഉപയോഗമുള്ളതിനെ അല്ലെ സാർത്ഥകമായിട്ടുള്ളതിനെ, ഗുണമുള്ളതിനെ എന്നർത്ഥം. സാര് സാരുക്കോ കോ ഗഹിരഹൈ, ഗഹിരഹൈ കോ ഗ്രഹൻ കരീം. എന്താ ഗ്രഹൻ കരീം എന്ന് വെച്ചാൽ സ്വീകരിക്കുക എന്നർത്ഥം. സാരുക്കോ സാർത്ഥകതാക്കോ, സാർത്ഥകോ ഉപയോഗിക്കോ, ഗ്രഹൻ കരീം എന്ത് ഉപയോഗമുള്ളതിനെ എന്ത് ചെയ്യുക, സ്വീകരിക്കുക എന്നർത്ഥം. ധോത്താദേയി ഉടായി. ധോത്ത എന്ന് വെച്ചാൽ അനുപയോഗിയായിട്ടുള്ളത്, നിരർത്ഥകമായിട്ടുള്ളത്, ഉപയോഗമില്ലാത്തത്, ആവശ്യമില്ലാത്തത്, അർത്ഥമില്ലാത്തതായിട്ടുള്ളത്. ദേയി ഉടായി. ദേയി ഉടായി എന്ന് വെച്ചാൽ കോ ഉടാദേം, ഉയർത്തിക്കളയുക, പറത്തിക്കളയുക. ഏത് ചെയ്യുന്നത് പോലെ, സൂപ്പ് ചെയ്യുന്നത് പോലെ. സൂപ്പ് എന്താ ചെയ്യുന്നത്, അനാജ് കോ സാഫ് കർത്താഹെ വഹാംബർ. അവിടെ എന്ത് ചെയ്തിരിക്കുന്നു, സൂപ്പ് അനാജിയ ദാനേമേം സെയിം തിനക്ക, പുല്ലിനെ അല്ലെങ്കിൽ ഭൂസ വൈക്കോലിനെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത അലഗ് കർദേത്താഹേ അവർ സഹി ചീസുക്കോ പകടിരകത്തായി. ശരിയായ സാധനത്തെ സൂപ്പ് എന്ത് ചെയ്യുന്നു, അവിടെ നിർത്തുകയും എന്ത് ചെയ്യുന്നു, തിനക്ക പുല്ല് വൈക്കോലാക്കൊക്കെ ഉള്ള സാധനമൊക്കെ അല്ലെ ആവശ്യമായിട്ടുള്ള നിരർത്ഥകമായിട്ടുള്ള സാധനത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ബഹു ഉടാദേത്താഹേ. ഉസി പ്രകാർ, അതേപോലെ എന്ത് ചെയ്തിരിക്കുന്നത്,
എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സാര് സാരുക്കോ നിരർത്ഥകമായിട്ടുള്ളതിനെ ഉടാതെങ്കയെ കളയണമെന്നും അവർ ജോ സാർത്ഥകോ സാർത്ഥകമായിട്ടുള്ളതിനെ ബജാലേങ്കെ എന്നാണ് പറയുന്നത്. അപ്പം ഈസ് ദോഹയ്ക്ക് ദ്വാര കബീർദാസ് കഹത്തെ ഹെ കി ഇൻ സംസാർ മേ ഐസെ സജ്ജനോം കി സരൂരത്ത് ഹെ, സജ്ജനങ്ങളുടെ ആവശ്യമുണ്ട്. ജൈസെ അനാജ് സാഫ് കർണേ വാല സൂപ്പ് ഹോത്താ ഹെ, അനാജ് സാഫ് കർണേ വാല സൂപ്പ് ഹോത്താ ഹെ, അനാജ് വൃത്തിയാക്കുന്ന സൂപ്പിനെ പോലെ സജ്ജനോം കി സരൂരത്ത് ഈ സമൂഹത്തിന് ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. ജോ സാർത്ഥകോ ബജാലേങ്കെ, സാർത്ഥകമായിട്ടുള്ളതിനെ യാ ഉപയോഗിയായിട്ടുള്ളതിനെ ബജാലേങ്കെ അവിടെ അവശേഷിപ്പിക്കണം. അവർ നിരർത്ഥകോ ഉടാദേങ്കെ, നിരർത്ഥകമായിട്ടുള്ളതിനെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു? ഒഴിവാക്കി കളയണം എന്നും പറയുകയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും അല്പവും കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ, സജ്ജന പുരുഷക്കാ ജീവൻ ഐസാ ഹോനാ ചാഹിയെ, സജ്ജന പുരുഷന്മാരുടെ ജീവിതം അങ്ങനെയായിരിക്കണം. ജിസ് പ്രകാർ സൂപ്പ് കാ സ്വഭാവ് ഹോത്താ, ഏതുപോലെ? സൂപ്പിൻ്റെ സ്വഭാവം പോലെ. സൂപ്പ് അപ്പനെ പാസ് അച്ഛ അനാജ് കോ രഖ്കർ, നല്ല അനാജിനെ, നല്ല ധാന്യത്തെ അവിടെ ശേഷിപ്പിച്ചിട്ട് ഉസ്കി ഗന്ദഗി സാഫ് കർത്ത, അതിൻ്റെ മാലിന്യമൊക്കെ നീക്കിക്കളയുന്നു. ഉസി പ്രകാർ സജ്ജനു ലോകോങ്കോ അപ്പനെ അന്തർ അച്ചായുങ്കോ ഗ്രഹൺ കരെ, സജ്ജനങ്ങളായിട്ടുള്ള നല്ല മനുഷ്യരായിട്ടുള്ള ആളുകൾ അവൻ്റെ ഉള്ളിലേക്ക് നല്ലതിനെ സ്വീകരിക്കുക. അവർ ബുരായോങ്കോ ദൂർ ദേനാ ചാഹിയെ, ബുരായികളെ ഇല്ലാതാക്കിയേം വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. കൂട്ടുകാർക്ക് ഈ ദോഹയുടെ ഈ വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ എത്തുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.